ലോകോത്തര യുവതാരങ്ങളെ ടീമിലെത്തിക്കുക എന്നതാണ് ചെൽസിയുടെ നിലവിലെ ട്രാൻസ്ഫർ പോളിസി. സ്വന്തം ടീമിലേക്കും സിസ്റ്റർ ക്ലബ്ബായ സ്ട്രാസ്ബർഗിലേക്കുമായി നിരവധി യുവപ്രതിഭകളെ എത്തിക്കാൻ അവർക്കായി. എസ്റ്റാവോ, കെൻഡ്രി പായസ്, ആന്ദ്രേ സാന്റോസ്, അടുത്ത സീസണിൽ ടീമിലെത്താൻ പോകുന്ന ജിയോവനി കണ്ട, കസാഖ് താരം ഡസ്റ്റൻ സാറ്റ്പേയോ എല്ലാം അതിനുദാഹരണമാണ്. പക്ഷേ BBC വൃത്തങ്ങളനുസരിച്ച് മരസ്കിയുടെ പ്രശ്നം താരങ്ങളുടെ ക്വാളിറ്റിയോ മെച്യൂരിറ്റിയോ ഒന്നുമല്ല. യുവതാരങ്ങളെ വെച്ച് താൻ നേടുന്ന നേട്ടങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നതാണ്. 23 വയസ്സ് ശരാശരി പ്രായമുള്ള ടീമിനെ വെച്ച് അത്രയും ഫിസിക്കലായ ലീഗിൽ ടോപ്പ് 4 മത്സരിക്കുക എന്നത് വലിയ കാര്യമായിട്ടാണ് മരസ്ക കാണുന്നത്. പരിക്കുകളും നിലവിലെ സീസണിൽ മരസ്കയ്ക്ക് വില്ലനായിട്ടുണ്ട്. സീസണിന് മുന്നോടിയായി ലെവി കോൾവിൽ, സീസണിന്റെ തുടക്കത്തിൽ സ്റ്റാർ പ്ലെയർ കോൾ പാൽമർ, പിന്നീട് ലിയാം ഡെലപ്പിനും പരിക്കേറ്റു. എന്നാൽ അവരുടെ സീസണിലെ ഏറ്റവും വലിയ എതിരാളികൾ അവർ തന്നെയാണ്. അനാവശ്യമായി വാങ്ങിച്ചു കൂട്ടിയ മഞ്ഞ കാർഡുകൾക്കും ചുവപ്പ് കാർഡുകൾക്കും മൂലം പല മത്സരങ്ങളും 10 പേരുമായി ചുരുങ്ങിയാണ് അവർ അവസാനിപ്പിക്കുന്നത്. നിരന്തരമായി മരസ്ക ടീം റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നിരന്തരമായ പോയിന്റും ഡ്രോപ്പ് ചെയ്യുന്നു. എന്നാൽ തൻ്റെ പ്രകടനത്തിന് അംഗീകാരം നൽകുന്നില്ല എന്നാണ് മരസ്കയുടെ വാദം. നവംബറിൽ ബാഴ്സയെ തോൽപ്പിച്ചു, പിന്നാലെ ആഴ്സണലുമായി സമനില പിടിച്ചു. അന്ന് ടൈറ്റിൽ റേസിൽ ഞങ്ങളുമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ചെൽസി ആരാധകർക്ക് ഇപ്പോൾ 1 മാസത്തിന് ശേഷം അത് മാറ്റിപ്പറയേണ്ട അവസ്ഥയായി. ഡിസംബറിൽ കളിച്ച 8 മത്സരങ്ങളിൽ 2 ജയം, 3 തോൽവി, 3 സമനില. മിക്ക മത്സരങ്ങളിലും 2ൽ കൂടുതൽ ഗോളുകൾ വഴങ്ങി. നിലവിൽ ലീഗിൽ 5ാം സ്ഥാനത്തുള്ള ചെൽസിക്ക് ഡിസംബർ കഴിഞ്ഞെന്ന ആശ്വാസമുണ്ടായിരിക്കും. പക്ഷേ ജനുവരിയിൽ അവരെ കാത്തിരിക്കുന്നത് വമ്പൻ മത്സരങ്ങളാണ്.